നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലയ നമ്മുടെ ചിന്തകളെ അറിയുന്ന നല്ല ദൈവമാണ് യേശു കർത്താവിന് നമ്മുടെ സകല ചിന്തകളെ അറിയാം, നമ്മുടെ ചിന്താകുലങ്ങളെയും അറിയാം, എല്ലാം അറിയാം. നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും നെഗറ്റീവായിട്ടുള്ളതും നമ്മളെ ഭാരപ്പെടുത്തുന്ന ചിന്തകളും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ചിന്തകളും സകലതും. ഹെബ്രായരുടെ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം, ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 12 വചനം ഇങ്ങനെ പറയുന്നു, ഫോർ ദ വേർഡ് ഓഫ് ഗോഡ് ഇസ് അലൈവ് ആൻഡ് പവർഫുൾ. It is sharper than the sharpest two-edged sword, cutting between soul and spirit, between joint and marrow. It exposes our innermost thoughts and desires. 13 പറയുന്നു, nothing in all creation is hidden from God. Everything is naked and exposed before his eyes, and he is the one to whom we are accountable. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ജങ്ങളെയും വേർപെടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അവനും അറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. മതി, സ്തോത്രം. അപ്പം കർത്താവിന്റെ വചനം പറയുന്നു, അകത്ത് കിടക്കുന്ന ചിന്തനങ്ങളെയും വിചാരങ്ങളെയും സകലതിനെയും തുറന്ന പുസ്തകം പോലെ ആക്കി വെക്കുന്ന ദൈവവചനം. ഹല്ലേലൂയ. 10 പേര് ഇരിക്കുമ്പോൾ 10 പേരുടെ 10 വിധത്തിലുള്ള ചിന്തകൾ തുറന്ന് വെളിപ്പെടുത്തിയിടുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തി. എൻ്റെ യേശു എവിടെയുണ്ടോ, എൻ്റെ യേശു ഇടപെടുമ്പോൾ പലതും. അപ്പം യേശു കർത്താവിനെ നമ്മൾ നോക്കി പഠിക്കുമ്പോൾ യേശു കർത്താവ് ഗോസ്പെൽസിനകത്ത് മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർ ചിന്തിച്ചത് എന്താണെന്ന് യേശുവിന് മനസ്സിലായി എന്ന് വാക്യങ്ങൾ കിടപ്പുണ്ട്. അവർ പലവരും ചിന്തിച്ച അനുസരിച്ച് അവർക്ക് മറുപടി കൊടുക്കുന്നു. ഫരിശിയർ യേശുവിനെക്കുറിച്ച് ഇവൻ കൊള്ളാം, ഇവൻ ഇങ്ങനെ പറയുന്നു, അത് ചിന്തിച്ചത് യേശുവിന് മനസ്സിലായി. ഒരു ശിമിയോൻ്റെ വീട്ടിൽ ചെന്നപ്പം ശിമിയോൻ ഒരു പാപിനിയായ സ്ത്രീയെക്കുറിച്ച് ചിന്തിച്ചത് യേശു കർത്താവിന് മനസ്സിലായി. എല്ലായിടത്തും അവരുടെ ചിന്തകൾ എന്താണെന്ന് യേശുവിന് മനസ്സിലായി എന്ന് വാക്യം കിടപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിന് എല്ലാം തിരിച്ചറിയാമായിരുന്നു. ഇന്ന് യേശുവിൻ്റെ ശക്തിയിൽ നടക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും, യേശു ദൈവരാജ്യത്തിനകത്താണ്, ഭൂമിയിലായിരുന്നെങ്കിലും ദൈവരാജ്യത്തിനകത്ത് വസിച്ചുകൊണ്ടിരുന്ന, ഇന്ന് നമ്മുടെ അകത്തും ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവുണ്ട്. അതേ കർത്താവിൻ്റെ ആത്മാവാണ് നമ്മുടെ അകത്തും വസിക്കുന്നത്. അങ്ങനെയെങ്കിലും ഈ ഒരു കൃപ നമുക്കും ലഭിക്കാൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാൻ കർത്താവിന് തയ്യാറാണ്. സ്തോത്രം. എന്തിനാ? ദൈവരാജ്യം വിസ്താരമാക്കാൻ വേണ്ടി. സ്തോത്രം. അപ്പം കർത്താവിൻ്റെ കർത്താവിനകത്ത് ഉള്ള ഒരു വലിയൊരു ശക്തിയാണ് നമ്മളുടെ ചിന്തകളും നമ്മളുടെ വിചാരങ്ങളും തിരിച്ചറിയാൻ പറ്റുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ചിന്തയും വിചാരങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് നമുക്കെതിരായി അല്ല കർത്താവ് അത് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയും നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയും ഒക്കെയാണ് കർത്താവ് അത് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ടാണ് ഹല്ലേലൂയ സങ്കീർത്തനം 139 1-2 വാക്യങ്ങൾക്കകത്ത് ദാവീദ് ഇങ്ങനെ പറഞ്ഞു. Psalm 139 verse numbers 1 and 2 വചനം ഇങ്ങനെ പറഞ്ഞു, ഓ ലോർഡ് യു ഹാവ് എക്സാമിൻഡ് മൈ ഹാർട്ട്. കണ്ടോ? എൻ്റെ ദൈവമേ നീ എൻ്റെ ഹൃദയം പരിശോധിച്ചിരിക്കുന്നു. അല്ലേ? അങ്ങനല്ലേ അതിൻ്റെ തുടക്കം എങ്ങനെയാ? സങ്കീർത്തനം 139 യഹോവേ അങ്ങ് എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. കണ്ടോ? യു ഹാവ് എക്സാമിൻഡ്. നീ എൻ്റെ ഹൃദയത്തെ നീ പരിശോധിച്ച്, നീ ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നീ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തിനകത്ത് എന്തൊക്കെയുണ്ട്, എൻ്റെ ചിന്തകൾ, എൻ്റെ ഭാരങ്ങൾ, എൻ്റെ നിരാശകൾ, എൻ്റെ കൈവിട്ടുപോയ സംഭവങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിനകത്ത് കിടപ്പുണ്ട്. അതെല്ലാം കർത്താവെ നീ അതിനെ എല്ലാം നീ ശോധന ചെയ്ത് ആൻഡ് നോ എവറിത്തിങ് അബൌട്ട് മീ. എന്നെക്കുറിച്ചുള്ള സകലതും നിനക്കറിയാം. എന്ന് നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് പറഞ്ഞ കർത്താവെ എന്നെ നന്നായിട്ട് അങ്ങേക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ നന്നായിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് ഭയം പൊങ്ങി വരുന്നല്ലേ? അതാ യേശു പറഞ്ഞത്, ഒരുവൻ്റെ സഹോദരനെ മൂഢാ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിനകത്ത് വേറൊരുത്തിനോട് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ ദേഷ്യവും അസൂയയും ഒക്കെ പൊങ്ങി വരുന്നത്, ഇതെല്ലാം പൊങ്ങി വരുന്ന നമ്മുടെ ഹൃദയത്തിനകത്താണ്. അതാ
അതാ കർത്താവ് പറഞ്ഞ് ഹൃദയത്തിനകത്തുനിന്ന് പൊങ്ങി വരുന്ന സകല കാര്യങ്ങൾ ഇവിടെ വായിക്കകത്തേക്ക് വരും, ഹൃദയത്തിലെ നിക്ഷേപങ്ങൾ എന്നൊക്കെ കർത്താവ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതെല്ലാം ഹൃദയത്തിനകത്താ പൊങ്ങി വരുന്നത്. ഈ അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എൻ്റെ ഹൃദയം നീ പരിശോധിച്ചിരിക്കുന്നു, നിനക്ക് എൻ്റെ ചിന്തയും ചിന്തനങ്ങളും എന്നെക്കുറിച്ച് സകലതും നിനക്കറിയാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നും അടഞ്ഞ പുസ്തകമല്ല ദൈവസന്നിധിയിൽ, നമ്മുടെ സകലതും തുറന്നാ കിടക്കുന്നത്, അതിവിശാലമായി ദൈവസന്നിധിയിൽ തുറന്നാ കിടക്കുന്നത്. നമ്മളൊരു നല്ല ചിന്ത ചിന്തിച്ചാലും കർത്താവിന് അത് കേൾക്കാൻ പറ്റും, മോശമായ ചിന്ത ചിന്തിച്ചാലും കേൾക്കാൻ പറ്റും അല്ലേ. യേശു കർത്താവ് നമ്മൾ ഗോസ്പെൽസ് പഠിക്കുമ്പോൾ മൊത്തം സുവിശേഷ ഭാഗങ്ങൾ പഠിക്കുന്നിടത്തെല്ലാം എല്ലായിടത്തും മറ്റുള്ളവരുടെ ഹൃദയത്തിനകത്ത് തോന്നിയ സകല ചിന്തകളും യേശു അവരോട് ചോദിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചില്ലേ, നീ എന്താ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ അവരങ്ങനെ ചിന്തിക്കുന്നത് അറിഞ്ഞിട്ട് യേശു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ അവരുടെ ചിന്തകളെല്ലാം യേശുവിൻ്റെ ചെവിക്കകത്ത് കേൾക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ചിന്തകളും പരിശുദ്ധാത്മാവിന് കേൾക്കാൻ സാധിക്കും, നമ്മുടെ സകല ചിന്തകളും. അപ്പം നമ്മൾ എത്രയധികം നമ്മുടെ ചിന്തകളെ നമ്മൾ ക്രിസ്തുവിന് ഹിതപ്രകാരം ഉള്ളതാക്കി തീർക്കണം അല്ലേ. നമ്മൾ എത്രയധികം നമ്മുടെ ചിന്തകൾക്ക് പോലും ഹല്ലേലൂയ അതിന് പോലും നമ്മൾക്ക് പ്രതിഫലം തരുന്ന കർത്താവ്, സ്തോത്രം. ഇന്നൊന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവെ എൻ്റെ ചിന്തകളെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം. ഹല്ലേലൂയ, ദൈവത്തിന് ഇഷ്ടമുള്ളതാക്കി തീർക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകൾ ദൈവത്തിന് ഇഷ്ടമുള്ളത്. ചിലപ്പം വീടുകൾക്കകത്ത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ വല്ലവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും, ചെയ്തു കാണും, എന്തെങ്കിലുമൊക്കെ കാണും. നമ്മൾ ചിലപ്പം പറയും, ഓ ഞാൻ വായും കൊണ്ടൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു വേണ്ടാത്ത ചിന്ത, എന്നാലും ഇവൻ എന്നോട് ഇങ്ങനെ പറയുന്നല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അവർ പെരുമാറുന്നുണ്ടല്ലോ, ആ ചിന്ത പോലും പൊങ്ങി വന്നാൽ മതി, കർത്താവിന് അതെല്ലാം അറിയുന്ന ചിന്തകളെ സൂക്ഷിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. അപ്പം കർത്താവിൻ്റെ വചനം പറയുന്നു, അതിൻ്റെ സങ്കീർത്തനം 139:1-2 പറയുന്നു. 2 ഇങ്ങനെ പറയുന്നു, യു നോ വെൻ ഐ സിറ്റ് ഡൗൺ ഓർ സ്റ്റാൻഡ് അപ്പ്, യു know my thoughts even when I am far away. വായിച്ചേ. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നു, എൻ്റെ നിരൂപണം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ആമേൻ. എൻ്റെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇത് വേറെ ആരുടെയും കയ്യിൽ ഈ കഴിവില്ല, കർത്താവിൻ്റെ കയ്യിലല്ലാതെ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ചിന്ത, നമ്മൾ എത്ര ദൂരത്താ കർത്താവിൽ നിന്നും, എത്ര അകന്നു പോയെങ്കിലും, ഹല്ലേലൂയ, എത്ര എവിടെ പോയി ഒളിച്ചിരുന്നാലും എൻ്റെ കർത്താവിന് നമ്മുടെ ഓരോ ചിന്തകളും മുഴങ്ങി കാതുകൾക്കകത്ത് കേൾക്കും. അതിനെത്ര നന്ദി പറയണം കർത്താവിനോടല്ലേ. നമ്മുടെ കൊള്ളാത്ത ചിന്തകൾ മാത്രമല്ല, പക്ഷേ നമ്മളെ വേദനിപ്പിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും എൻ്റെ കർത്താവ് അറിയുന്നു. അപ്പം നമ്മുടെ ചിന്തകൾ അറിഞ്ഞിട്ട് ഹല്ലേലൂയ, അങ്ങനെയെങ്കിൽ നമ്മൾക്ക് പലവരും ചോദിക്കുക, അപ്പം നമ്മുടെ ചിന്തകൾ അറിയാമെങ്കിൽ യെശയ്യാവിൻ്റെ 65 വചനത്തിനകത്തേക്ക് വരുമ്പോൾ അതിൻ്റെ 24 ഹല്ലേലൂയ, യെശയ്യാവിൻ്റെ 65:24 വരുമ്പോൾ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ഐ വിൽ ആൻസർ ദെം ബിഫോർ ദേ ഈവൻ കോൾ ടു മീ വൈൽ ദേ ആർ സ്റ്റിൽ ടോക്കിംഗ് അബൌട്ട് ദെയർ നീഡ്സ് ഐ വിൽ ഗോ അഹെഡ് ആൻഡ് ആൻസർ ദെയർ പ്രേയേഴ്സ്. എന്ന് വായിച്ചേ. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ആമേൻ. സോദര. അപ്പം കർത്താവിന് നമ്മുടെ ചിന്തകൾ അറിയുന്നത് കൊണ്ട് നമ്മൾ വാ തുറന്ന് അപേക്ഷിക്കുന്നതിന് മുമ്പ്, വാ തുറന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കർത്താവിന് അത് കേട്ടു, കർത്താവ് അത് മറുപടി തന്നു. നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളത് സമർപ്പിച്ച് വെക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് അത് കേട്ടു. അത് ആ പുതിയ നിയമത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളൊരു തീരുമാനം എടുത്താൽ മതി, ആ തീരുമാനം കണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. സ്തോത്രം. പഴയ നിയമത്തിലാകുമ്പം പ്രവൃത്തികൾ കാണണം, പക്ഷെ പുതിയ നിയമത്തിലോ നമ്മളൊരു തീരുമാനം എടുക്കുക, ഞാൻ കർത്താവിൻ്റെ കൂടെ ഇത്ര നേരം ഞാൻ ഇരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു നല്ല വ്യക്തിയാകാൻ, ഞാൻ ഒന്നും കൂടെ കർത്താവിന് ഇഷ്ടമുള്ള ഒരു പോലത്തെ ഒരു വ്യക്തിയാകാൻ ഞാൻ തീരുമാനിക്കുക. നമ്മൾ ആ തീരുമാനം എടുത്താൽ മതി. ആ തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് ആ തീരുമാനത്തിനെ വന്ന് അതിന് തുണ നിന്ന് നമ്മളെ ബലപ്പെടുത്തി കർത്താവ് നമ്മൾക്ക് വേണ്ടി ചില വാതിലുകളും ചില നന്മകളും ഒക്കെ തുറക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോ, നമ്മൾ
തീരുമാനം, ആ തീരുമാനം എടുക്കുമ്പം പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ. സ്തോത്രം. അപ്പം കർത്താവിൻ്റെ വചനം പറയുന്നു, നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ്, നമ്മളുടെ പ്രാർത്ഥനകൾ ഫുൾ കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് കർത്താവ് കേട്ടിട്ട് മറുപടി തരുന്നു. ഇതെന്താ സാധിക്കുന്നത്? ദൈവം നമ്മുടെ ഓരോ ചലനങ്ങളും അറിയുകയും കണ്ടും കേട്ടും ഇരിക്കുന്നത് കൊണ്ടാ. സ്തോത്രം. അപ്പം ചോദിക്കാം, പിന്നെ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ? ദൈവം എനിക്കെല്ലാം, ഞാൻ ചിന്തിക്കുന്നതെല്ലാം എനിക്ക് ചെയ്തു തരുമെങ്കിൽ ഞാൻ എന്തിനാ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? നാം പ്രാർത്ഥിക്കുന്നത് ഹല്ലിയ കർത്താവിനോട്, കർത്താവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വരാൻ വേണ്ടിയാ. നമ്മളുടെ ഓരോ പ്രാർത്ഥനകളും, നമ്മൾ ഓരോ ദിവസങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെലവഴിക്കും തോറും നമ്മൾ കർത്താവിനെ പോലെ ആയിരിക്കുക. സ്തോത്രം. നമ്മളെ വിളിച്ചിരിക്കുന്ന യേശു കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കകത്തേക്ക് നമ്മൾ പൂർണ്ണമായി കയറുക. സ്തോത്രം. ഹല്ലിയ. കർത്താവ് നമ്മളുടെ ചിന്തകൾ അറിഞ്ഞിട്ട് നമ്മളെ ശിക്ഷിക്കുവല്ല. സ്തോത്രം. പകരം നമ്മുടെ ചിന്തകളെ അറിഞ്ഞിട്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ വേണ്ടാത്ത ചിന്തകളെയൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞേച്ച് ഹല്ലിയ നമ്മൾക്ക് കർത്താവിന് ഹിതപ്രകാരം ഉള്ള ചിന്തകളാക്കി തീർക്കാൻ പരിശുദ്ധാത്മാവ് ശ്രമിക്കുക. അതാ ഫിലിപ്പിയരുടെ ലേഖനം ഒന്നും കൂടെ നമുക്ക് വരാം. ഫിലിപ്പിയരല്ല, ഹെബ്രായരുടെ ലേഖനം ഒന്നും കൂടെ നമുക്ക് വരാം. അതിൻ്റെ 4, അതിൻ്റെ 12 നമ്മൾ വായിച്ചു. എന്തുകൊണ്ടെന്നാൽ ദൈവവചനം ശക്തിയുള്ളതും ജീവനുള്ളതും ചൈതന്യമുള്ളതും ചിന്തകളെ വിവേചിച്ചറിയുന്നതും എന്നൊക്കെ അതിൻ്റെ തൊട്ടു മുമ്പ് പറയുന്ന വാക്യങ്ങൾ സ്വസ്ഥതയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച്. പലവരും പ്രാർത്ഥിച്ചാലും അവരുടെ ചിന്തകൾ അവർക്ക് സ്വസ്ഥത കൊടുക്കത്തില്ല. പുറമേ വളരെ സ്വസ്ഥതയുള്ളവരായിട്ടിരിക്കും, പക്ഷേ അകത്ത് കിടന്ന് അലട്ടി പല ചിന്തകൾ, പല കാര്യങ്ങൾ, കഴിഞ്ഞുപോയ കാര്യങ്ങളും ഒക്കെ പൊങ്ങി വന്ന് ഹല്ലിയ ചിന്തകൾ അവരെ അലട്ടുന്നവർ കാണും. സ്തോത്രം. അവിടെ കർത്താവ് അവിടെ പറയുക, ഹല്ലിയ നമ്മൾ സ്വസ്ഥതയ്ക്കകത്തേക്ക് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പൂർണ്ണമായ സ്പെഷ്യൽ റെസ്റ്റ്, ഈ സ്വസ്ഥതയ്ക്കകത്തേക്ക് നമ്മൾ കയറണമെങ്കിൽ കർത്താവിനെ നമ്മൾ അനുസരിക്കണം. ഹല്ലിയ. കർത്താവിൻ്റെതായി തീരണം. ദൈവവചനം പറയുന്ന വ്യവസ്ഥകൾ നമ്മൾ പാലിക്കണം. ഹല്ലിയ. യേശുവിൻ്റേതാകാൻ ശ്രമിക്കണം. ഹല്ലിയ. പൂർണ്ണമായി യേശുവിൻ്റേതാകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഹല്ലിയ നമ്മൾ ആ സ്വസ്ഥതയ്ക്കകത്തേക്ക്, ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യതയ്ക്കകത്തേക്കും ഹല്ലിയ നമ്മുടെ ജീവിതത്തിനകത്ത് പല മേഖലകൾക്കകത്ത് സ്വസ്ഥതയില്ലാത്ത മേഖലകളൊക്കെ ചിലവരോട് ചോദിച്ചാൽ അവർ പറയും ജീവിതത്തിനകത്തൊക്കെ പല മേഖലകളിൽ ഓളം തട്ടുന്നുണ്ട്. ഹല്ലിയ. അതിനെയൊക്കെ ശാന്തമാക്കാൻ കഴിവുള്ള ദൈവമാണ്. സ്തോത്രം. ഹല്ലിയ. ശിമിയോൻ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ അവൻ്റെ വീട്ടിനകത്ത് യേശു കർത്താവിനെ കാണാൻ വന്നപ്പം അവൻ്റെ ഹൃദയത്തിനകത്ത് സ്വസ്ഥതയില്ലായിരുന്നു അല്ലേ? അവൻ നോക്കിയപ്പം ഒരു വേശ്യയായ സ്ത്രീ വന്നിട്ട് യേശു കർത്താവിൻ്റെ കാല് ചുംബിക്കുന്നു, കണ്ണുനീരും കൊണ്ട് കാല് കഴുകുന്നു, മുടിയും കൊണ്ട് തുടയ്ക്കുന്നു. അവനിതെല്ലാം കണ്ടപ്പോൾ അവന് അസ്വസ്ഥതയുണ്ടായി. എന്താന്ന് വെച്ചാൽ അവൻ്റെ ഹൃദയത്തിനകത്ത് വന്ന ചിന്ത ഇതാണ്, അവളൊരു വേശ്യ സ്ത്രീയാണ്, എൻ്റെ വീട്ടിനകത്ത് ഇവള് കയറി, എൻ്റെ കർത്താവിനെ ഇവള് തൊട്ടു. അവൻ മൊത്തത്തിൽ അസ്വസ്ഥനായി തീർന്നു. ഹല്ലിയ. അവൻ്റെ ഈ അസ്വസ്ഥമായ ചിന്ത യേശു കർത്താവ് അറിഞ്ഞിട്ട് അവൻ അതിനനുസരിച്ചുള്ള മറുപടി കൊടുക്കുന്നു. സ്തോത്രം. ഇന്ന് നമ്മളുടെ ഓരോ ചിന്തകൾക്കും ഹല്ലിയ കർത്താവിൻ്റെ കാതുകൾ കേട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. നല്ലതാണെങ്കിലും കൊള്ളാത്തതാണെങ്കിലും ഒക്കെ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ചിന്തകളൊക്കെ പാറി പറന്നു പോകുന്നുണ്ടോ? നമുക്ക് നിയന്ത്രണം കിട്ടാതെ പോകുന്നുണ്ടോ? പലവരും പറയുന്ന, ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടും കഴിഞ്ഞുപോയ കാര്യങ്ങൾ, വരാനിരിക്കുന്ന അവരെക്കുറിച്ച്, ഇത് അതൊക്കെ. എന്നിട്ട് പറയും അതൊക്കെ നല്ല ചിന്തകളാണ്, ഒന്നും മോശമായിട്ടൊന്നുമല്ല ചിന്തിക്കുന്നത്. പക്ഷേ ചിന്തിച്ച് കാട് കയറിയൊക്കെ പോകാറുണ്ട്. സ്തോത്രം. പക്ഷേ ഇന്നൊരു സമാധാനം എടുക്കണം. ലെറ്റ് മീ എൻകറേജ് യു ടുഡേ. ഇന്ന് ഞാനൊന്ന് ബലപ്പെടുത്തിട്ട്, നമ്മളുടെ എല്ലാ ചിന്തകളും കർത്താവിനറിയാം. എത്ര നല്ല ചിന്തകളാണേലും പക്ഷേ വേദനിപ്പിക്കുന്നതും ഭാരപ്പെടുത്തുന്നതും ഒക്കെ ഉണ്ടെങ്കിലും അതും കർത്താവിനറിയാം. ഹല്ലിയ. സകലവരുടെയും കണ്ണുനീരിനെ ഒപ്പിയെടുക്കാൻ വന്നവനായ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. പലയിടത്തും ചിന്തകൾ നിരാശപ്പെടുത്തുന്നതും ഭാരപ്പെടുത്തുന്ന ചിന്തകളും താലോലിച്ചുകൊണ്ട് നടപ്പുണ്ടെങ്കിൽ അതിനെയൊക്കെ ഇങ്ങനെ എൻ്റെ കർത്താവെ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, ആരും ഇതറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിന്ന് ഭാരപ്പെട്ടിരിപ്പുണ്ടെങ്കിൽ ഞാനിന്ന് ബലപ്പെടുത്തട്ടെ. ഹല്ലിയ. കർത്താവിനറിയാം. എൻ്റെ യേശു അതെല്ലാം കേൾക്കുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്നതിനും
അപ്പുറം നുറുങ്ങിയ ഹൃദയങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കുന്നുണ്ട്. നുറുങ്ങിയ ഹൃദയങ്ങളുടെ ചിന്തകൾ കർത്താവ് കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതെല്ലാം ഹല്ലേലൂയ, അതിനെല്ലാത്തിനും എൻ്റെ രാജാതിരാജൻ മറുപടി തരുവ തന്നെ ചെയ്യും. അതിനൊക്കെ എൻ്റെ കർത്താവ് ഉത്തരം തരുവ തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ആരും നിരാശപ്പെട്ടു പോകല്ലേ. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾ പൊങ്ങുന്നതിന് മുമ്പ് ഹല്ലേലൂയ, അത് പ്രാർത്ഥനയായിട്ടോ പരിഭവമായിട്ടോ ഒക്കെ ദൈവസന്നിധിയിൽ ഉയരുന്നതിന് മുമ്പ് തന്നെ അതിന് മറുപടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയെങ്കിലുമൊക്കെ പലവരും പലതും പറഞ്ഞു കേൾക്കുമ്പം നെഗറ്റീവ് തോട്ട്സ് അകത്ത് കയറി വരുന്നുണ്ടെങ്കിൽ ഇന്ന് ആ നെഗറ്റീവ് തോട്ട്സിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്യട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളവരോട് ഇഷ്ടക്കേടോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കാണുമ്പം അതിനകത്ത് നിരാശപ്പെടുത്തുന്ന ചിന്തകളൊക്കെ കയറി വരുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ നിരാശപ്പെടുത്തുന്നതും മറ്റുള്ളവരെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നതും അങ്ങനത്തെയൊക്കെ വേണ്ടാത്ത ദൈവരാജ്യത്തിന് ഹിതമല്ലാത്ത ചിന്തകളെല്ലാം ഇന്ന് പരിശുദ്ധാത്മാവ് അതിനെയെല്ലാം നിർവീര്യമാക്കി കളയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് സകലരെയും യേശു കർത്താവ് ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മുടെ ചിന്തകൾ ഇന്നൊരു തീരുമാനമെടുക്കാം. ദൈവസന്നിധിയിൽ മനഃപൂർവ്വമായിട്ട് ഞാൻ എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കും. പ്രത്യേകിച്ച് ഹൃദയത്തിനകത്തോട്ട് മറ്റുള്ളവരോട് ഇഷ്ടക്കേടോ വെറുപ്പോ ദേഷ്യം ഹല്ലേലൂയ അങ്ങനത്തെയൊക്കെ ചിന്തകൾ പൊങ്ങി വരുന്നതിനെ അതിനെ നിയന്ത്രിക്കാം. മനഃപൂർവ്വമായിട്ട് ഞാൻ നിയന്ത്രിക്കാം എന്നൊരു തീരുമാനം ദൈവസന്നിധിയിലെടുക്കുക. ഹല്ലേലൂയ. പല നന്മകളും തടസ്സപ്പെട്ടു പോകുന്നത് ഹല്ലേലൂയ നെഗറ്റീവ് തോട്ട്സ്, ഹല്ലേലൂയ വേണ്ടാത്ത ചിന്തകൾ, ഹല്ലേലൂയ നന്മയും ഉയർച്ചയും കൊണ്ടുവരാത്ത ചിന്തകൾ അകത്ത് കടന്ന് അലട്ടുന്നത് കൊണ്ട് കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾ വിശാലമായി ദൈവസന്നിധിയിൽ കിടക്കുന്നു. മറക്കല്ലേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കണ്ണുകളിൽ ഒന്നും ഒളിഞ്ഞു കിടപ്പില്ല. കർത്താവിൻ്റെ കാതുകൾക്കകത്ത് നമ്മുടെ ഓരോ ചിന്തകളും മുഴങ്ങിക്കിടക്കുക. നമ്മളുടെ എതിരെ ചിന്തിക്കുന്നവരെ തിരുവചനം പറയുന്നു, യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിനകത്ത് പറയുന്നു, നിനക്കെതിരായി ഒരു ആയുധവും ഫലിക്കത്തില്ല. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ഹൃദയത്തിനകത്ത് നമ്മളെക്കുറിച്ച് അസൂയപ്പെടുന്ന അസൂയ ചിന്തകൾ, വേണ്ടാത്ത ചിന്തകൾ, ഉപദ്രവത്തിൻ്റെ ചിന്തകൾ, ഇതെല്ലാം ആയുധങ്ങളാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാനൊരു ഉറപ്പ് പറയട്ടെ, അതും നമ്മുടെ എതിരെ ഫലിക്കത്തില്ല. ഒരു ദൈവ പൈതലിൻ്റെ എതിരെ ഹല്ലേലൂയ മറ്റുള്ളവരുടെ നെഗറ്റീവ് തോട്ട്സ് വരുന്നത് ഹല്ലേലൂയ അതൊന്നും ഫലിക്കത്തില്ല. ഞാനൊക്കെ ആയിരുന്ന വിശ്വാസത്തിനകത്ത് ഞങ്ങൾ പറഞ്ഞ് അന്നൊക്കെ ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട്. നമ്മുടെ നന്മകളൊക്കെ ആരെങ്കിലും കണ്ടാൽ അവരുടെ ഹൃദയത്തിനകത്ത് അസൂയ ചിന്തകൾ വന്നാൽ ആ അസൂയ ചിന്തകളൊക്കെ നെഗറ്റീവ് എനർജിയായി മാറിയിട്ട് അസുഖങ്ങൾ വരും. പനി, അപ്പോൾ ഒരു പനി വന്നാൽ അല്ലെങ്കിൽ ഒരു തലവേദന വന്നാൽ പറയും, അയ്യോ ഇന്നലെ അവർ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ കണ്ടില്ലേ, കൊച്ചിനെ നോക്കിയില്ലേ, കണ്ണും ദോഷമാ, പ്രാക്ക, അതൊക്കെ അസൂയ ചിന്തകൾ വന്നതാ, അതൊക്കെയാ എന്ന് പറയുമായിരുന്നു. അന്നത്തെ വിശ്വാസത്തിനകത്ത് അത് ശരിയായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് വിഗ്രഹങ്ങളെ സേവിക്കുമായിരുന്നു. വിഗ്രഹങ്ങൾക്ക് കാതില്ല നമ്മുടെ ചിന്തകൾ കേൾക്കാൻ വേണ്ടി. പക്ഷേ ഇന്നോ യേശു കർത്താവിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു കാര്യത്തിൽ ധൈര്യപ്പെടാം. എന്താണെന്നറിയോ? മറ്റുള്ളവരുടെ ചിന്തകൾ പോലും കേൾക്കുന്ന ഒരു കർത്താവ്. ഒരു ദൈവ പൈതലിൻ്റെ എതിരെ ഹല്ലേലൂയ മറ്റുള്ളവരൊരു ചിന്ത ചിന്തിച്ചാൽ ആ ചിന്തയായ നെഗറ്റീവ് ചിന്തയുടെ ആയുധത്തിനെ ഇന്ന് തകർക്കാൻ യേശു കർത്താവിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. നമ്മൾക്കെതിരായി പൊങ്ങുന്ന സകല ചിന്തകളും, അതാണ് ഒരു ആയുധം. ഒരു നെഗറ്റീവ് തോട്ട് ആരുടെങ്കിലും ഹൃദയത്തിനകത്ത് എനിക്കും നിങ്ങൾക്കും എതിരായി പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ആയുധത്തിൻ്റെ മൊനയെ ഒടിക്കാൻ എൻ്റെ കർത്താവിനറിയാം. തിരുവചനം പറയുന്നു, ആയുധത്തിനെയും അറിയാം, ആയുധം നിർമ്മിച്ചവനെയും എൻ്റെ കർത്താവിനറിയാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ എതിരെ വേണ്ടാത്തത് ചിന്തിക്കുന്നവരെ രൂപാന്തരപ്പെടുത്താൻ എൻ്റെ കർത്താവിനറിയാം. അവരെ ആരെയും നശിപ്പിച്ച് കളയാനല്ല, പക്ഷെ നമ്മളുടെ എതിരെ നെഗറ്റീവ് ചിന്തകൾ പൊങ്ങിക്കൊണ്ടിരുന്നവരുടെ ചിന്തകളെ മാറ്റി രൂപാന്തരപ്പെടുത്താൻ എൻ്റെ കർത്താവിനറിയാം. ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തിനെ നമ്മൾ സേവിക്കുന്നു. സ്തോത്രം. ഇന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ എൻ്റെ ചിന്തകളെ അങ്ങക്ക് ഹിതമുള്ളതാക്കി തീർക്കണം. സ്തോത്രം. ഇന്നൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ എനിക്കെതിരായി ചിന്തിക്കുന്നവരെ ഒന്ന് രൂപാന്തരപ്പെടുത്തിയെടുക്കണം. ഹല്ലേലൂയ. ഒറ്റ ആയുധവും എനിക്കും നിങ്ങൾക്കും എതിരെ ഫലിക്കത്തില്ല. ആരെന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ട്, അതൊന്നും നമ്മുടെ
നമ്മുടെ ജീവിതത്തിനെ ആഞ്ഞടിക്കത്തില്ല. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചിന്തകളെ രൂപാന്തരപ്പെടുത്തുന്നവൻ, ചിന്തകളെ അറിയുന്നവൻ, ചിന്തകൾക്കനുസരിച്ച് പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നവൻ, ഹല്ലേലൂയ, നമ്മളുടെ ജീവിതത്തിൽ രാജാവായി വാഴുന്നതിനാൽ നമ്മൾ ഓരോരുത്തരും ജയാളികളാ. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. വീണ്ടും നിരാശപ്പെടുത്തുന്ന ചിന്തകൾ അടിക്കടിക്ക് വരുന്നവർ കർത്താവ് അവരെ രൂപാന്തരപ്പെടുത്തിയെടുക്കട്ടെ. ആ അടിക്കടിക്ക് വരുന്ന നിരാശപ്പെടുത്തുന്ന ചിന്തകൾ യേശുവിൻ്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ കൃപ കൂടെയിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.